ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ല ബദവും കസ്റ്റർഡ് പൗഡറിലും വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഭയങ്കര ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഈ ഡ്രിങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബദം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു കൈ നിറച്ചും ബദം എടുത്തനെ. 1 ലിറ്റർ പാലളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താൽ മതിയിട്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കിൻ അങ്ങ് പെട്ടെന്ന് റിമൂവായി വന്നോളൂ. അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതുണ്ടല്ലോ കസ്റ്റർഡിൻ്റെ മിക്സിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിനെ. ഇതിലേക്കുണ്ടല്ലോ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡർ ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പം വാനില ഫ്ലേവറാണ് എടുത്തിന്. വാനില ഫ്ലേവറാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. നല്ല ടേസ്റ്റ് അതാണ്. പാല് തിളപ്പിച്ചെടുത്ത പാലൊന്നല്ല കേട്ടോ. ഇത് നല്ലോണം കട്ടയൊന്നുമില്ലാണ്ട് മിക്സാക്കി എടുക്കേ. അങ്ങനെ നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാ 1 ലിറ്റർ പാൽ ഞാനിപ്പോൾ ഇതൊരു പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലും വലിയ ക്വാണ്ടിറ്റിയിൽ ആക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കസ്റ്റർഡ് പൗഡറിൻ്റെ അളവും ബദത്തിൻ്റെ ആ ഒരു അളവിലും കുറച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 കപ്പ് അളവിൽ 240 ml 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. പാലിൽ മാത്രമാക്കി എടുത്തതിനാലുണ്ടല്ലോ ഈ ഡ്രിങ്ക് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും, നല്ല തിക്കായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിന്. അങ്ങനെ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബദയില്ലേ, അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ആക്കിയിന്. ഇനി ഇത് മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കണം, ഒന്ന് ക്രഷാക്കി എടുക്കണം. നല്ലോണം പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ആ ഒരു ബദം കടിക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ മതി. ഇനി ഇതാ പാല് നല്ലോണം തിളച്ച് കുറച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് പഞ്ചസാര, നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. മധുരം നല്ലോണം വേണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡിലും ചെയ്തെടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡിൽ മാത്രമായിട്ടും ചെയ്യുക. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും അങ്ങനെ ഹാഫ് അങ്ങനെ വേണേലും ചെയ്യട്ടെ. ഞാനിപ്പം എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിന്. അടുത്തത് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബദയില്ലേ, ആ ബദം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ബദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ബദ ഇട്ട് കൊടുത്ത പാടനെ ഇങ്ങനെ നല്ലോണം മിക്സാക്കി എടുക്കണം, അല്ലെങ്കിൽ കട്ട പോലെ ഉണ്ടാവും. അങ്ങനെ ബദ ഇട്ട് കൊടുത്തിട്ടും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ട പാല് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് തിളക്കും തോറും ഈ പാല് കട്ടിയായി വരിക. ഇനി ഇത് ഒരുപാട് ടൈം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റിലേക്ക് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാഫ്രോൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാലിൻ്റെ ആ ഒരു കളറ് ചെറുതായിട്ടങ്ങ് ഒരു യെലോയിഷ് കളറും ഉണ്ടാവും. ആ ഒരു ഫ്ലേവർ, ആ സാഫ്രോണിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ലാസ്റ്റ് സാഫ്രോൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ടൈം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിന് വെക്കും തോറും ഇതിൻ്റെ തിക്നെസ് കൂടി വരികയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ പാല് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് തണുക്കും തോറും ഇതിൻ്റെ തിക്നെസ് കൂടി വരികയാണ് കേട്ടോ ചെയ്യുക. ഈ ഒരു സമയത്തുണ്ടല്ലോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ്. നല്ലോണം തണുത്തിട്ട് കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നല്ല ഫുള്ളാവും കേട്ടോ. എന്തായാലും നിങ്ങൾ റെഡിയാക്കി നോക്കുക. ഇത് തണുപ്പത്താണെങ്കിലും നല്ല ചൂടോട് കുടിക്കാനും ഈ ചൂട് സമയത്താണെങ്കിലും നല്ല തണുപ്പിച്ചിട്ട് കുടിക്കാനും നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ.
ആ ഒരു സാഫ്രോണിൻ്റെ ഫ്ലേവറും ബദത്തിൻ്റെതും നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ല റെസിപ്പിയിലായിട്ട് കാണാം. താങ്ക് യു. ബൈ.